ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി താമസിക്കുന്ന കാര്യം പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും കൂടെ സംസാരിക്കുകയാണ്. അവസാനം ഗോവിന്ദൻ പറഞ്ഞ് കനക എങ്ങനെയൊക്കെയോ സമ്മതിക്കുകയാണ്. കാരണം നയനമോൾക്ക് സന്തോഷമാവും, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലും ഞാനില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജഗപുകയാവും എന്നൊക്കെ കനക പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പോരാണ്ട് നന്ദുമോൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം ജലജ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്താ ഇത്രമാത്രം ഇവർക്ക് ഈ ചർച്ച ചെയ്യാനുള്ളത്? അവളുടെ മനസ്സിലെ ഇപ്പൊ യുവജനോത്സവമായിരിക്കും. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വരികയാണ്. എൻ്റെ അമ്മ അച്ഛനെ പിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എൻ്റെ വീട് വിട്ട് മാറി നിൽക്കാനും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ജലജ പരിഹസിക്കുകയാണ്. ആര് പറഞ്ഞു ഇഷ്ടമല്ല എന്ന്? മക്കളെ മണിമാളികയിലേക്ക് പറഞ്ഞു വിട്ട് അവർക്കൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവളാ നിന്റെ അമ്മ. അതാർക്കാ ഇവിടെ അറിയാത്തത്? അതിന് ഞാൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപ് തന്നെ കനകയും ഗോവിന്ദനും കൂടെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പം രണ്ടുപേരും അടുത്തെത്തിയപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായി കനകെ? അപ്പം ഗോവിന്ദൻ പറയാ, സാരയില്ല, ഇവള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കും. അപ്പം ജലജ വീണ്ടും പറയാണ്, അതിപ്പോൾ പുറത്തു പോയി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇങ്ങനെ ഒരു മറുപടി തന്നെയാണ് പറയാന്നുള്ളത് ഇവർക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോഴേക്കും ദേവയാനി ഇടപെടുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, നോക്ക് ജലജെ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ പേരക്കുട്ടിയാണ് ഇവിടെ ജനിക്കാൻ പോകുന്നത്. ആ സമയത്ത് അവളുടെ അമ്മ തന്നെ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ജലജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ദേവയാനിയെ നോക്കുന്നുണ്ട്. ഒരു അവസരം വന്നപ്പോൾ അവരെനിക്കിട്ട് മാന്തുവാ. അപ്പോഴേക്കും പതറിക്കൊണ്ട് കനക പറയുന്നുണ്ട്, അത് പിന്നെ ഗോവിന്ദേട്ടന് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, അവിടെ നന്ദുമോള് മാത്രമേ ഉള്ളൂ. അവക്കങ്ങനെ പാചകമൊന്നും അറിയില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ ജലജ പറയാ, അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട. അപ്പോൾ കനകയും തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ വേഗം പറയാ, കുഴപ്പമില്ല, അത്യാവശ്യം പാചകങ്ങളൊക്കെ എനിക്കും അറിയാം. പിന്നെ മോളും എന്നെ സഹായിക്കും. പിന്നെ മോള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇവർ രണ്ട് പെൺമക്കളെക്കാളും സ്മാർട്ടാണ് എൻ്റെ ഇളയ മോള്. പക്ഷെ ആ സമയത്തൊക്കെ നയനയും നവ്യ ഒരേപോലെ തന്നെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി, കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാ നന്ദു. അവളുടെ പ്രകടനം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അപ്പോൾ ജലജ വീണ്ടും പറയാണ്, ആ, എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞിട്ടുള്ളവരാ. അതുകൊണ്ട് എവിടെയും എങ്ങനെയും നിന്നോളും. അപ്പോഴേക്കും നയന വീണ്ടും പറയുന്നുണ്ട്, അമ്മേ, ഈ രീതിയിൽ അപ്പച്ചി സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കണോ? അപ്പോഴേക്കും മുത്തശ്ശി വീണ്ടും ഇടപെടുകയാണ്. മോളോട് ഞാൻ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? ആദർശം ഇടയിൽ കയറുന്നുണ്ട്. നിനക്ക് എന്താ നയനെ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കേണ്ടത് നിന്റെ അമ്മ തന്നെയാ. അപ്പം നയന പതറിക്കൊണ്ട് പറയാണ്, അല്ല, ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞല്ലോ ആദർശേട്ടാ. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ നോക്കിയാൽ ശരിയാവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഹോം നേഴ്സിനെ വെക്കാൻ ഇവിടെ ആരെങ്കിലും പറയുമായിരുന്നോ? എന്നിട്ട് നവ്യയുടെ വയറ് നേരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ദേ നോക്ക്, വയറൊക്കെ കൂടി വരുവാ. ഈ സമയത്ത് പുറമേ നിന്ന് അമ്മയ്ക്ക് കൊടുക്കുന്ന സംരക്ഷണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും നല്ലതിന് വേണ്ടിയിട്ടുള്ളതാ. അത് സ്വന്തം അമ്മ തന്നെ ആവുമ്പോൾ അത്രത്തോളം നല്ലതാ. അപ്പോഴേക്കും ഗോവിന്ദനും പറയുന്നുണ്ട്, ശരി, എങ്കിൽ പിന്നെ ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല, ഞാൻ ഇറങ്ങുവാ. ഗോവിന്ദൻ കനകയോടുകൂടി യാത്ര ചോദിച്ചിട്ട് പോവാൻ നിൽക്കുമ്പോഴേക്കും കനകയും പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ നവ്യ നയനെ ഒരേപോലെ തന്നെ ടെൻഷനിലാണുള്ളത്. ഗോവിന്ദന് പിന്നാലെ വന്നിട്ട് കനക പറയുന്നുണ്ട്, അതെ ഗോവിന്ദേട്ടാ, തുണികളെല്ലാം കഴുകി പുറത്തിട്ടിരിക്കുക. അതൊക്കെ ഗോവിന്ദേട്ടൻ എടുത്തൊന്ന് മടക്കി ഷെൽഫിൽ വെച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കറികളെല്ലാം ഒന്നെടുത്ത് ചൂടാക്കി തരാൻ നന്ദുവിനോട് പറയണം. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് അയാൾ പോകുമ്പോൾ വീണ്ടും വിളിക്കുകയാണ്, പിന്നെ ഞാൻ വരുന്നവരെ നന്ദുവിനെ പുറത്തോട്ടൊന്നും വിടരുത്, വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ പറയണം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് താൻ കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞോ? പക്ഷെ അവർ തീർത്തും അതൃപ്തിയിലാണ് നിൽക്കുന്നത്. ഗോവിന്ദേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്, അതൊക്കെ ഇനി വേണ്ടി വരും. ഇതിപ്പോൾ മൂത്ത മോളുടെ പ്രസവമായി വരുന്നു, ഇനിയിപ്പോൾ നയനമോളില്ലേ? വെറുതെ ഹോം നേഴ്സിനെ നിർത്തുന്നതിനേക്കാൾ നല്ലത് അമ്മ പറഞ്ഞ പോലെ നീ തന്നെ നിൽക്കുന്നതാ. കനക, എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങുകയാണ്. സങ്കടത്തോടും വിഷമത്തോടും കൂടിയാണ് കനക അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും അകത്തുനിന്ന് ജലജ സംസാരിക്കുകയാണ്, പഠിച്ച കള്ളനും കള്ളിയുവാ. സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ അറിയാം. ഞാനൊക്കെ തീരെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് നവ്യ കുട്ടിയില്ലാതെയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിലൊരു ടെൻഷനിലാണുള്ളത്. അതിന് പുറമെ അച്ഛനെയും അമ്മയും കുറിച്ചാണ് ജലജ ഈ സംസാരിക്കുന്നത് മുഴുവൻ. അപ്പം നയന പറയുന്നുണ്ട്, മുത്തശ്ശി, ഇത്തരം സംസാരങ്ങളൊന്നും നിർത്താൻ പറയണം. കള്ളനും കള്ളി എന്നൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനെയും അമ്മയോ? അത് കേട്ടു നിൽക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ട്. അപ്പം മുത്തശ്ശി ജലജയോട് പറയുന്നുണ്ട്, ജലജയെ, ഞാനൊരു തീരുമാനം എടുത്തു. അത് മുത്തശ്ശനോട് ചോദിച്ചിട്ട് തന്നെയാ. അതിലിനി മാറ്റമൊന്നുമില്ല. ഒരു കാരണവശാലും കുത്തുവാക്ക് പറഞ്ഞ് നീ കനകയെ വേദനിപ്പിക്കരുത്. ഞാൻ പറഞ്ഞിട്ടാ കനക ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി കനകയെ നീ എന്ത് പറഞ്ഞാലും അത് എന്നെ പറയുന്നതിന് തുല്യമാ, അത് നീ മറക്കരുത്. അപ്പോഴേക്ക് അബിയും പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരായിരുന്നു. അപ്പം മുത്തശ്ശി അബിയോട് പറയാണ്, നീ കൊണ്ടുവരണ്ട. നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് പൂർണ്ണ പരാജയമായിരിക്കുമെന്ന് എനിക്കും അറിയാം, നിന്റെ മുത്തശ്ശനും അറിയാം. അബിയുടെ വായടപ്പിക്കുകയാണ് അവർ. അതേസമയം നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി അമ്മയെയും സഹിക്കണം. ഇതേപോലൊരു വലിയ വീട്ടിൽ താമസിക്കാൻ കിട്ടിയ അവസരമാണ്, അവരത് മുതലാക്കുക.
അതേസമയം നയന ചിന്തിക്കുന്നത്, ഇല്ലാത്ത കുഞ്ഞിനാ അമ്മ കൂട്ടിരിക്കാൻ പോകുന്നത്, ഇനി എന്ത് സംഭവിക്കുമോ എന്തോ. അവൾ ആ ഒരു ടെൻഷനിലാണ് ഉള്ളത്. അതേസമയം അനാമിക കൊടുത്ത ഗിഫ്റ്റ് നോക്കുകയാണ് നന്ദു വണ്ടിയുടെ മുകളിൽ ഇരുന്നിട്ട്. അതിലൊരു സാരിയാണ് ഉണ്ടായിരുന്നത്. അതും ഇങ്ങനെ കുറച്ചു നേരം നോക്കിയതിന് ശേഷം നന്ദു കവർ തന്നെ വെക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ നന്ദുവിൻ്റെ അരികിലേക്ക് അനി വരുന്നുണ്ടായിരുന്നു. അനി നന്ദുവിന് അരികിലെത്തിയപ്പോൾ ചോദിക്കുന്നുണ്ട്, അനാമിക തന്ന സാരി ഇഷ്ടമായോ? അപ്പം നന്ദു കൊടുക്കുന്ന മറുപടി, അതെന്നെ അടിച്ചേൽപ്പിച്ചതല്ലേ, എന്തിനാ ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊക്കെ നടത്തുന്നേ? എന്ത് ചെയ്യാനാ നന്ദു, ഏതാണ്ട് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച മട്ടിലാ വീട്ടിലെല്ലാവരുടെയും സംസാരം. അത് കേൾക്കുമ്പോൾ നന്ദുവിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. പക്ഷെ നന്ദു വലിയ മൈൻഡില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴും സങ്കടത്തോട് കൂടി തന്നെയാണ് അനിയും പറയുന്നത്, എടോ എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ അതിലൊന്നും മൈൻഡാക്കാത്ത രീതിയിലാണ് നന്ദു തിരിച്ച് പ്രതികരിക്കുന്നത്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അനിയുടെ കല്യാണമാണെങ്കിൽ ഞാൻ എന്തായാലും വരും. അതിന് ഗിഫ്റ്റ് തന്ന സാരി തന്നെ ഉടുക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അപ്പം അനി ചോദിക്കുകയാണ്, നന്ദുവിന് വിഷമമായല്ലേ, അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ഹാപ്പിയാ. നന്ദു കൂസലില്ലാണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അനി പറയാണ്, വീട്ടിൽ പൂജ നടന്ന ദിവസം തന്നെ ആരോടും ഒന്നും പറയാതെ നന്ദു പോയപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് പിടികിട്ടിയതാ. അങ്ങനെ പിടികിട്ടാൻ മാത്രം എൻ്റെ മനസ്സിലൊന്നുമില്ല. എല്ലാം അനിയുടെ തെറ്റായ ധാരണയാണ്. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അനി അപ്പോഴും മാനസിക പിരിമുറുക്കത്തിൽ തന്നെയാണ്. എടോ, പക്ഷേ ഞാൻ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നന്ദുവിനെ കാണണമെന്ന് പറയുന്നേ. എല്ലാം തുറന്ന് സംസാരിക്കണമെന്നും നന്ദുവിൻ്റെ അഭിപ്രായം അറിയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും നന്ദു എന്നെ അവോയ്ഡ് ചെയ്യായിരുന്നു. അപ്പം നന്ദു ആദ്യം കുറച്ച് ദയനീയമായിട്ടാണ് അനിയെ നോക്കുന്നതെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, ഞാൻ അവോയ്ഡ് ചെയ്തതിനേക്കാളും കൂടുതൽ അനി എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം പൊരി വെയിലത്ത് അനി എന്നെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ബീച്ചിലും പാർക്കിലും ഒക്കെ കാണുന്ന സമയത്ത് എൻ്റെ കോള് പോലും അനി അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. നന്ദു പറയാണ്, ആ സമയത്ത് എൻ്റെ കോള് വരുന്നത് ഒരു ശല്യമായി തോന്നിക്കാണും അല്ലേ? അയ്യോ എടോ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അന്ന് അനാമികയ്ക്ക് വിഷമാവെന്ന് കരുതിയാ ഞാൻ എടുക്കാതിരുന്നേ. അപ്പം നന്ദു ചോദിക്കുക, അനാമിക വിഷമിക്കുന്നത് അനിക്ക് പ്രശ്നമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അനാമികയോട് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുണ്ടെന്നല്ലേ? നന്ദു സങ്കടത്തോടു കൂടി ഉള്ളിൽ തട്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അതിനും എനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. പക്ഷെ തിരിച്ചവൻ പറയുന്നത്, എടോ അവൾ കുറച്ച് ഓവർ സ്മാർട്ടാ, എവിടെ ഇടിച്ചു കയറി പെരുമാറുന്നതാ അവളുടെ ഒരു സ്വഭാവ രീതി. അപ്പം നന്ദു പറയാണ്, എന്തായാലും കാര്യങ്ങൾ ഇതുവരെ ആയില്ലേ, പിന്നെ അതേപ്പറ്റി ഒന്നും പറയണ്ട. അപ്പം അനി ചോദിക്കുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും കോഫി ഷോപ്പ് പോയി ഇരുന്ന് സംസാരിച്ചാലോ? വേണ്ട, ഇനി അതാരെങ്കിലും കണ്ടിട്ട് ഉറപ്പിച്ച ബന്ധമൊന്നും അലസിപ്പിരിഞ്ഞു പോവണ്ട. എന്നിട്ട് നന്ദു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും അനി കൈ കയറി പിടിക്കുന്നുണ്ട്. അപ്പം നന്ദു തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്, എനിക്ക് എന്നും അനിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞു പോവാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നമ്മളിപ്പോൾ അടുത്ത ബന്ധുക്കളുവാ. ആ ഒരു സ്നേഹം എപ്പോഴും ഉള്ളിലുണ്ടാവും. എനിക്കൊന്നിനും ഒരു മറുപടി ഇല്ലായിരുന്നു. നന്ദു ആണെങ്കിൽ ചിരിക്കുന്നത് പോലെ ശ്രമിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ദേവയാനി എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നിടത്തേക്കാണ് ജയം വരുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ പിന്നീട് കഴിച്ചോളാം. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? ഈ വീട്ടിലെ 2 മരുമക്കളുടെയും അമ്മയാണ് കനക. അവരുടെ അടുത്തുനിന്ന് നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഞാൻ അവൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കില്ല. നീ മാറിയിരുന്ന അതിൻ്റെ കാരണം അച്ഛനും അമ്മയും തിരക്കില്ലേ? ഒന്നാമത് അവർ ഭയന്നാണ് ഇവിടെ താമസിക്കാൻ സമ്മതിച്ചത്, അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടല്ല. അവിടെ നയനയുടെ അച്ഛനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നിട്ടും അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അനുസരിച്ചത്. അതുകൊണ്ട് ഈ വീട്ടിൽ വന്നൊരു ഗസ്റ്റിനെ നമ്മളൊരു കാരണവശാലും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ദേവയാനി പുച്ഛത്തോടെ പറയാണ്, എന്നാൽ പിന്നെ അവരോട് കുടുംബത്തോടെ ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ ദേഷ്യത്തോടെ ജയൻ പറയാണ്, ഇനി ഇതിൻ്റെ പേരിലൊരു സംസാരം ഉണ്ടാവാതെ അങ്ങോട്ടേക്ക് വരാൻ നോക്ക്. ജയൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ദേവയാനി ഒറ്റയ്ക്ക് പറയാണ്, എന്തൊരു കഷ്ടമാണ് ഇത്, ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും സ്വസ്ഥത ഇല്ലാതായി. അപ്പം അയാൾ തിരിച്ചു വന്ന് ചോദിക്കുകയാണ്, എന്താ സ്വസ്ഥത കുറവ്? നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും നിൻ്റെ കൈക്ക് വന്ന് കയറി പിടിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ ശരി, ഞാൻ വന്നോളാം, ജേട്ടൻ പൊയ്ക്കോ. നോക്ക്, അവർ പാവങ്ങളാ. എന്നാൽ സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ആത്മാഭിമാനം ഒരേപോലെയാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ സ്വഭാവമാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സാ. കാര്യത്തിൽ നമ്മളെക്കാൾ മുകളിലാ നയന. അങ്ങനെയുള്ള മോളുടെ അമ്മയെ ഒരു കാരണവശാലും വേദനിപ്പിച്ച് പറഞ്ഞയക്കരുത്. ദേവയാനി അയാൾ പറയുന്നതൊക്കെ കേട്ട് നിന്നതേ ഉള്ളൂ, മറുപടിയൊന്നും കൊടുത്തില്ല. അത് പറഞ്ഞിട്ട് ജയൻ അവിടുന്ന് പോകുന്നുണ്ട്. നയന അടുക്കളയിൽ നിന്ന് ഓരോ പാത്രത്തിലേക്ക് ഭക്ഷണങ്ങൾ വിളമ്പുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കനക നിൽപ്പുണ്ട്. കനക പറയാണ്, നയന മോളെല്ലാം അങ്ങോട്ടേക്ക് വെക്ക്, അമ്മയ്ക്കെന്തോ അങ്ങോട്ടേക്ക് വരാനൊരു ചമ്മൽ പോലെ. അപ്പം നയന അമ്മയെ നോക്കിക്കൊണ്ട് പറയാണ്, മുത്തശ്ശിയൊക്കെ അമ്മയെ അന്വേഷിക്കും, അമ്മ അങ്ങനെ മാറി നിൽക്കേണ്ട ആളാണോ? ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന രീതിയിലാണ് അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത്. അത് മോളുടെ നവ്യമോളുടെ അമ്മായിയമ്മമാർക്ക് അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല.
എൻ്റെ അമ്മായിയമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദർശേട്ടൻ്റെ അപ്പച്ചിയുടെ സ്വഭാവം അത് പിന്നെ ആരോടും അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും കനകക്ക് തട്ടിയിട്ടില്ല. കനക വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എന്നാലേ മോള് ചെല്ലു മോളെ, എല്ലാവരും കഴിച്ചതിന് ശേഷമേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇവിടെ നിന്ന് കഴിക്കാം. അപ്പം നയന പറയാണ്, ഇപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ മുത്തശ്ശി അമ്മയെ വിളിക്കും. അപ്പം പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ട് വരേണ്ടി വരില്ലേ? കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാനല്ലേ അമ്മ ആഗ്രഹിച്ചത്. അങ്ങനെ ഇപ്പം ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയായല്ലേ? കനക ആകെ മൊത്തം ധർമ്മസങ്കടത്തിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മോളുടെ അച്ഛനോട് പറഞ്ഞതാ ഇവിടെ നിൽക്കുന്നില്ല എന്ന്. പക്ഷെ എന്നിട്ട് ഗോവിന്ദേട്ടൻ സമ്മതിച്ചില്ല. അപ്പം നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയില്ലേ, അപ്പം പിന്നെ നമ്മുടെ വില കളയാതെ അമ്മ ഇവിടെ നിൽക്കണം. അമ്മേ ഇതൊക്കെ എടുത്തിട്ട് വാ വാ. അങ്ങനെ നയനക്കൊപ്പം കനകയും ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ടേബിളിനരികിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ദേവയാനിയും ജാനകിയും ജലജയും മുത്തശ്ശിയും ഒക്കെ ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ, ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രം പണിയെടുക്കും, ബാക്കിയുള്ള ആൾക്കാർ ടേബിളിൻ്റെ പുറത്ത് വന്നിരിക്കുകയേ ചെയ്യാറുള്ളൂ എന്ന്. അപ്പം അവിടെ എത്തിയ സമയത്ത് ചോറാണ് കനകയുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം അതെടുക്കാനുള്ള കയ്യിലിന് വേണ്ടി സ്പൂണിന് വേണ്ടിയിട്ട് കനക ദേവയാനി ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനി ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന സ്പൂൺ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കനക മുത്തശ്ശിക്ക് വിളമ്പി കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല കനക എന്താ വിളമ്പുകാരിയാവുകയാണോ? അമ്മയും മോളും കൂടെ വിളമ്പേണ്ട, കനക ഇരിക്ക്. അപ്പോൾ കനക പേടിച്ചുകൊണ്ട് ദേവയാനിയെ നോക്കുകയാണ്. അയ്യോ വേണ്ട, അവർ വിനയത്തോടെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, പായിട്ട് നിലത്തിരുന്ന ശീലം, അതുകൊണ്ടാ ഇരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരു ശീലമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ പായിട്ട് നിലത്തിരിക്കുന്നത് അത്ര വലിയ അപമാനമായിട്ട് ഞങ്ങൾ കരുതിയിട്ടുമില്ല. അപ്പോൾ കനക നയനയെ നോക്കുകയാണ് സമാധാനത്തോടെ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ ജലജെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? നിന്റെ മരുമോളെ സഹായിക്കാനാണ് കനക വന്നത്, നിന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ആ നേരത്ത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? നീ ഇരിക്ക് കനകെ, കനകയോട് പറയണം. അപ്പോൾ കനക വീണ്ടും പറയുന്നുണ്ട്, വേണ്ട അമ്മേ. അപ്പം മുത്തശ്ശി കുറച്ച് ദേഷ്യത്തോടെ പറയും, നിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞേ? അപ്പോൾ കനക ഇങ്ങനെ പേടിച്ചുകൊണ്ട് ദേവയാനി നോക്കും. വീണ്ടും മുത്തശ്ശി പറയാണ്, ആ ഇരിക്ക്. അങ്ങനെ പേടിച്ചുകൊണ്ട് കനക അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനി പെട്ടെന്ന് തന്നെ കനകയുടെ മുന്നിലുണ്ടായിരുന്ന ചോറിൻ്റെ ആ ഒരു കാസറോൾ നീക്കിയിട്ട് ദേവയാനി തന്നെ സ്വന്തമായിട്ട് വിളമ്പുകയാണ്. പേടിച്ചുകൊണ്ട് കനക അവിടെ ഇരുന്നപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല കനകെ. അനന്തപുരിയിലെ 2 മരുമക്കളുടെ അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ഞങ്ങൾക്കൊപ്പം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ഇവരെ പോലെ തന്നെയാണ് നീയും. അപ്പോൾ ചെറുതായിട്ട് കനകയ്ക്ക് ഒരു അഭിമാനം തോന്നുന്നുണ്ട്. അതിനൊപ്പം തന്നെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. നയനക്കും അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ്. കനകയെ ഇവിടെ ഇരുത്തിയിട്ട് നിന്നെ കുറ്റം പറഞ്ഞ് ഇവളുണ്ടല്ലോ ജലജക്ക് നേരെ തിരിയാണ്, ഇവളാ ശരിക്കും നിനക്ക് വിളമ്പിത്തരേണ്ടത്. അപ്പം ജലജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. ആ മര്യാദ ഇവൾക്കില്ല. ജലജ അപ്പം അമ്മയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മുത്തശ്ശി ചോദിക്കും, അല്ല രാത്രിയിൽ കനക എവിടെയാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നേ? അപ്പം കനക ഇങ്ങനെ പറയും, അത് ഞാൻ ഹാളിലൊരു പാവിരിച്ച് കിടന്നോളാം. അപ്പം മുത്തശ്ശി ചോദിക്കും, അതെന്താ കനക നീ അങ്ങനെ പറയുന്നത്? നീ നവ്യ മോളുടെ സഹായത്തിന് വന്നതാ. അപ്പം മോളുടെ അമ്മായിയമ്മ എന്ന നിലയ്ക്ക് ഇവൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നിട്ട് ജലജയോടായിട്ട് പറയാണ്, നിന്റെ മുറിയിൽ കനക കിടക്കട്ടെ. ജലജക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്, എൻ്റെ മുറിയിലോ? കനകയാണെങ്കിൽ അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, അതിലെന്താ ജലജ കുഴപ്പം? ബാക്കി എല്ലാ മുറിയിലും 2 പേരുണ്ട്, ഒറ്റക്കൊരു മുറിയിൽ കിടക്കുന്നത് നീ മാത്രാ. അപ്പോൾ നിന്റെ മുറിയിൽ നയനമോളുടെ അമ്മയ്ക്ക് കിടന്നൂടെ? അപ്പോൾ ജലജ തീർത്ത് പറയാണ്, പറ്റില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പം മുത്തശ്ശി ചൂടായിക്കൊണ്ട് പറയാണ്, അത് നീയാണോ തീരുമാനിക്കേണ്ടത്? കനകെ നീ ഇവളുടെ മുറിയിൽ കിടന്നാൽ മതി, അല്ലാതെ ഹാളിൽ കിടക്കേണ്ടവളല്ല നീ. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് കിടന്നോളാം മുത്തശ്ശി. അപ്പം മുത്തശ്ശി ചോദിക്കും, എവിടെ? മോൾ ആദർശിൻ്റെ മുറിയിലല്ലേ കിടക്കുന്നേ, പിന്നെ നിങ്ങൾ 2 പേരും കൂടെ പാവിരിച്ച് ഹാളിൽ കിടക്കുമോ? അപ്പം നയനയും മുത്തശ്ശിയെ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കനക ഓർത്തതുപോലെ പറയും, അല്ല നയനമോൾ ഇവിടെ വന്നപ്പോൾ വേറൊരു മുറിയിലായിരുന്നില്ലേ കിടന്നത്? പെട്ടെന്ന് ജാനകി പറയാണ്, അത് സ്റ്റോർ റൂമാ. അപ്പം കനകക്ക് വിഷമമായിട്ട് കനക നോക്കുന്നുണ്ട്. മോൾക്കന്ന് അങ്ങനെ കിടക്കേണ്ടി വന്നതിൽ ഇന്നും ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട്, ജാനകി പറയാണ്. അപ്പം കനക ഒന്നും പറയാതെ തലതാഴ്ത്തുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കനകെ നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് നീ മനസ്സിലാക്കണം. അപ്പം ജലജ ഇങ്ങനെ അമ്മയെ തന്നെ നോക്കുകയാണ്. അപ്പം മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട്, അതിനനുസരിച്ച് സംസാരിക്കുകയും പെരുമാറുകയും വേണം, അല്ലാതെ തീരെ താഴേണ്ട കാര്യമൊന്നും നിനക്കില്ല ആരുടെ മുന്നിലും, മനസ്സിലായോ? അപ്പം നയനക്കത് കേട്ടപ്പോൾ എന്താ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അമ്മ ഇങ്ങനെ എല്ലാവരും മുന്നിലും താഴ്ന്ന് അവൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ദേവയാനിയും പറയാണ്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പാ. അപ്പോൾ കനക ഇങ്ങനെ കേട്ടത് വിശ്വസിക്കാനാവാതെ തിരിഞ്ഞിട്ട് ദേവയാനിയെ നോക്കുകയാണ്. ദേവയാനി തന്നെയാണോ പറഞ്ഞതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ജലജ ദേഷ്യത്തോടു കൂടി ദേവയാനിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ജലജയോട് പറയാണ്, നിന്റെ മുറിയിൽ തന്നെയാണ് നിന്റെ മരുമോളുടെ അമ്മ കിടക്കേണ്ടത്. അപ്പം ജലജ തിരിച്ചു പറയാണ്, എൻ്റെ മരുമോളുടെ അമ്മ മാത്രമല്ലല്ലോ, ഏട്ടത്തിയുടെ മരുമോളുടെ അമ്മ കൂടിയാണല്ലോ. അപ്പം മുത്തശ്ശി ഇടയിൽ കയറുകയാണ്. പക്ഷേ ജയനും ദേവയാനിയും ഒന്നിച്ചൊരു മുറിയിലാണ് കിടക്കുന്നത്. പക്ഷേ നീ ഒറ്റയ്ക്കാ, അതുകൊണ്ടാണ് നിന്റെ മുറിയിൽ കനക കിടക്കട്ടെ എന്ന് പറഞ്ഞേ. അതിനെ ഇനി എതിർക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്, നീ വന്ന് ഹാളിൽ കിടക്ക്.
കനക നിന്റെ മുറിയിൽ കിടക്കട്ടെ. കനക ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ജലജയെ തന്നെ. അപ്പം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിഥികൾ വീട്ടിൽ വരുമ്പോൾ അവർക്കാണ് നല്ല മുറികൾ കൊടുക്കേണ്ടത്, അവരെയാ നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം ജലജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അമ്മയെ നോക്കുകയാണ്. ഇവിടെ ഇപ്പം മോളും മോളുടെ അമ്മയും കൂടിയാ എല്ലാം പാചകം ചെയ്ത് വിളമ്പി തന്നത്. എന്നിട്ടിപ്പോൾ അന്തി ഉറങ്ങുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ സംസാരത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ജലജക്ക് ദേഷ്യം വരികയാണ്. അവരിങ്ങനെ ദേഷ്യം പിടിച്ച മുഖമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കനകക്കും നയനക്കും ഒരുപോലെ തന്നെ സന്തോഷമാവാണ്. അത് മുത്തശ്ശിയ കൊടുത്ത സ്ഥാനത്തിനനുസരിച്ചുള്ളൊരു സന്തോഷമാണ് അവർക്ക്. അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരവസരം വന്നപ്പോൾ ഈ മാരണത്തെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക, കാണിച്ചു തരാം എല്ലാത്തിനും. ദേഷ്യം തീർക്കാൻ വേണ്ടി മുന്നിൽ വിളമ്പി വെച്ച് ചോറ് അവരിങ്ങനെ ഞെരടുകയാണ് ദേഷ്യം കൊണ്ട്. അബി മുറിയിലിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ദേഷ്യത്തോടെ വന്നിട്ട് അവർ അബിയോട് പറയാണ്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്റെ ഭാര്യയുടെ അമ്മയാ, എന്നിട്ട് അവൾ എൻ്റെ മുറിയിൽ കിടക്കാന്നാ പറയുന്നത്. ഇവിടെയുള്ള എല്ലാം കൂടി എനിക്ക് പാര വെക്കുക. നിന്നെപ്പോലെ ബുദ്ധിയില്ലാത്തൊരു മോനുണ്ടായത് കൊണ്ടാണ് എനിക്കിതൊക്കെ സഹിക്കേണ്ടി വരുന്നത്. ഇവിടെ വേറെയും മുറികൾ ഉണ്ടായിരുന്നല്ലോ അമ്മേ. നയന എന്ന് പറയുന്നവൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സ്റ്റോർ റൂമിലല്ലേ കിടന്നത്, അവിടെ അവർക്ക് കിടക്കാമല്ലോ. അവൾ ഹോളിൽ കിടക്കാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ വൃത്തിയും വെടിപ്പുള്ള AC റൂമിൽ തന്നെ അവളെ കിടത്തണം. എന്നെ പുറത്താക്കിയാലും നല്ല കിടക്ക അവൾക്ക് വിരിക്കണം, അതാ അമ്മയുടെ ആഗ്രഹം. അപ്പോൾ അബി പറയാണ്, അമ്മേ എങ്ങനെയെങ്കിലും അവരെ പുറത്താക്കണം. ഒരു ദിവസത്തിൽ കൂടുതലേ അവൾ എൻ്റെ റൂമിൽ കിടക്കാൻ പോകുന്നില്ല. ഇനി അഥവാ കിടക്കുവാണെങ്കിൽ തന്നെ ഞാൻ ബെഡിലും അവൾ താഴെയുമായിരിക്കും. അപ്പോൾ അബി ചാടി എഴുന്നേറ്റ് പറയാണ്, അങ്ങനെ പോലും കിടത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ മുറി കിടക്കാനുള്ള യോഗ്യതയൊന്നും അവർക്കില്ല. മോനെ, പറയാൻ പാടില്ലാത്തതാ എങ്കിലും പറഞ്ഞു പോവുക. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആയുസ് കൂട്ടിക്കിട്ടിയാ നമ്മൾ ഈ തറവാട്ടിൽ നിന്ന് പടിയിറങ്ങി പോവേണ്ടി വരും. ഒരു ദിവസം ദേഷ്യം വന്ന അച്ഛൻ പ്രമാണമെല്ലാം വലിച്ചെറിഞ്ഞതാ, എന്നിട്ട് അതും പൊളിഞ്ഞുപോയി. അന്നെല്ലാം വെട്ടിമുറിച്ചിരുന്നെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. അപ്പം അബി പറയാണ്, ഇനിയും അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും അമ്മേ. ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നിന്റെ തലക്കകത്ത് ആൾതാമസം വേണം. ജലജ ദേഷ്യത്തോടെ പറയാണ്. ഈ വീട്ടിൽ നന്നായിട്ട് ബുദ്ധി പ്രയോഗിക്കുന്ന ഒരുത്തിയുണ്ട്, നയന. അവൾ വിചാരിക്കുന്ന പോലെയാ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇതൊക്കെ പറയുമ്പോഴും ഞാൻ അവളുമാരെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്തു? അതൊക്കെ നടക്കാതെ പോയത് എൻ്റെ കുറ്റമാണോ? നിന്റെ മാത്രം കുറ്റമാണ്. നീ വലിയ പൈസയൊക്കെ എറിഞ്ഞ് കൊട്ടേഷൻ കൊടുത്തത് നല്ല ഗുണ്ടകൾക്കല്ലടാ. അവരിലുവേ മാന്യന്മാരുണ്ട്, ഏറ്റെടുക്കുന്ന ജോലി അതേപടി ചെയ്യുന്നവർ. അങ്ങനെയുള്ളവരെ പണി ഏൽപ്പിക്കണം. അബിയെ കൊച്ചാക്കിക്കൊണ്ടാണ് ജലജ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ കഥയിൽ എന്തൊക്കെ സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കും. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്ന. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.